Hi, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചറൽ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ 3ds Maxന്റെ ലൈറ്റ് ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. എന്താണ് ലൈറ്റ് ടൂൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്നതിനാണ് ലൈറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള ലൈറ്റ് മെഷീനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റ് കയറ്റി വെച്ചിട്ട് മെറ്റീരിയൽ കയറ്റി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും, നമ്മൾ അതിനെ ഷേപ്പ് ചെയ്തെടുക്കും. ഓക്കെ അതുപോലത്തെ ഒരു ടൂൾ തന്നെയാണ് ഇത്. നമുക്കൊന്ന് നോക്കാം. 3ds Max 2019 വെർഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടോപ്പ് വ്യൂയിലേക്ക് വന്നു. ടോപ്പ് വ്യൂയിലേക്ക് വന്നിട്ട് ഞാൻ ഇവിടുന്ന് സ്പ്ലൈൻ ലൈൻ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഷേപ്പിലേക്ക് വരയ്ക്കുകയാണ്. നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഇഷ്ടമുള്ളൊരു ഷേപ്പ് ഞാനിപ്പം ഇങ്ങനെ വരച്ചു. ഓക്കെ, ദെൻ ഇത് ഫുള്ള് സെലക്ട് ചെയ്തു. എന്നിട്ട് ലൈനിലേക്ക് വന്നു. നമ്മുടെ ഇത് ഓപ്പൺ ആക്കി, വെർട്ടിസസ് സെലക്ട് ആക്കി, ദെൻ ഫുള്ള് സെലക്ട് ചെയ്തു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, സ്മൂത്ത് ആക്കി. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതായത് ഓക്കെ, നിങ്ങൾ കുറേ പോയിന്റ് ഇടുമ്പം ഇത് ശരിയായിട്ട് വന്നോളും. ഞാനിപ്പം വലിയ പോയിന്റ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ കുറച്ച് പോയിന്റ് ഇട്ട് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പം അത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ല പോയിന്റ് വൈസ് ഒക്കെ ഇടുക. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുന്ന് ലെയ്ത്ത് എന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ലെയ്ത്ത് ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ആ ഒരു ഷേപ്പ് ആ ഒരു ആക്സിസിന് ചുറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മോഡിഫൈയിൽ ചെന്നാൽ കുറേ ഓപ്ഷൻസ് കാണാം. ഞാൻ F4 യൂസ് ചെയ്തു. F4 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ എഡ്ജ് ഫേസസ് ആ ലൈൻസ് എല്ലാം കാണാൻ പറ്റും. ദെൻ നമുക്ക് മാക്സിമം 360 വരെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതായത് ഇതിൻ്റെ ആംഗിൾ നിങ്ങൾ കാണിച്ചു തരാം. മാക്സിമം 360 ആണ്. അവിടുന്ന് നമ്മളിങ്ങനെ കുറയ്ക്കുന്നതനുസരിച്ച് കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു വരുന്നുണ്ട്, അതായത് കട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ അത് 360 ഇരിക്കട്ടെ. ദെൻ പറയാനുള്ളത് സെഗ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കൂട്ടി കൊടുക്കാം, അത് കുറച്ച് കൊടുക്കാം. അതിനനുസരിച്ച് അത് പെർഫെക്റ്റ് ആയിട്ട് വരും. ഓക്കെ, താഴേക്ക് വരിക. ക്യാപ്പ് സ്റ്റാർട്ടും ക്യാപ്പ് എൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. താഴത്തെയും മുകളിലത്തെയും ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്നത്. ക്യാപ്പ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ക്യാപ്പ് എൻഡ് കൊടുത്താൽ അത് ഓപ്പൺ ആയോ ക്ലോസ് ആയോ വരും. അപ്പം അത് നമുക്ക് ഇട്ടേക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അലൈൻ ആണ്. അലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അലൈൻ ചെയ്യണം. ഇതിപ്പോൾ മിനിമത്തിലാണ് അലൈൻ ചെയ്തത്. എനിക്കിപ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരുന്നു വേണ്ടത്. കണ്ടില്ലേ, അപ്പം ഞാൻ മിനിമത്തിലിട്ടപ്പോൾ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് സെൻറ്റർ ബേസ് ഇട്ടാണെങ്കിൽ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ മെയിൻ ആദ്യത്തുള്ള ആ ഒരു ഇമേജ് കിട്ടും. ഇനി അതല്ല നിങ്ങൾ മാക്സ് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ഷേപ്പിലോട്ട് അത് മാറും. കണ്ടില്ലേ, അപ്പം നമ്മൾ മിനിമം ആണ് കൊടുത്തത്. എനിക്ക് മിനിമം ആണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു പോട്ട് പോലത്തെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതുപോലത്തെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡയറക്ഷൻ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഓരോ ഡയറക്ഷൻ ബേസും അതിനെ അലൈൻ ചെയ്യും. ഞാൻ ഇപ്പോൾ എക്സ് ഡയറക്ഷൻ ചെയ്തപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു ക്യാപ്പ് പോലെ ഷേപ്പ് വന്നിട്ടുണ്ട്. എക്സ് ഡയറക്ഷനിൽ അതിനെ അലൈൻ ചെയ്തപ്പോൾ. ഈ വൈ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മെയിൻ വൈ ഡയറക്ഷനിലുള്ള ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇസഡ് ഡയറക്ഷൻ ആണെങ്കിൽ മുകളിലേക്ക് കണ്ടില്ലേ, ഒരു ഹാറ്റ് പോലത്തെ ചെറിയൊരു ഹാറ്റ് പോലത്തെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ് ടൂളിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. വൈ തന്നെ അലൈൻ ചെയ്തു, മിനിമം ഇട്ടു. ഓക്കെ, ഇനി താഴെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ എഡ്ജ് ഫേസിന്റെ ആ ഒരു ഇതാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഔട്ട്പുട്ട് എങ്ങനെ വേണമെന്ന്, മെഷായിട്ട് വേണോ, നപ്സ് ആയിട്ട് വേണോ, പാച്ച് ആയിട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ സ്മൂത്ത് കൊടുത്താൽ അത് സ്മൂത്ത് ആയിട്ട് വരും, അതല്ലെങ്കിൽ അത് പോവും. അപ്പം അത്രേ ഉള്ളൂ. വലിയ ഇതൊന്നുമല്ല. ഓക്കെ, ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ കണ്ടില്ലേ, ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഞാനിപ്പം ഇവിടെ വെൽഡ് കോർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാവില്ല. ഓക്കെ,
അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് ലേത്ത് ടൂളിനെ കുറിച്ച്. നിങ്ങൾ ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് എടുത്താലും നിങ്ങൾക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പം ഇങ്ങനെ പറഞ്ഞു തരിക, നിങ്ങൾക്കിപ്പം എന്ത് ഷേപ്പ് വേണമെങ്കിലും അത് വരച്ചു കൊടുക്കുക, അതിനെ ഒരു ആക്സിസിൽ ബേസ് ചെയ്ത് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ലേത്ത് ടൂൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തും ഒരു ആക്സിന് ബേസ്, ഈ ലൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കാർപ്പൻറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ, അതല്ലെങ്കിൽ നമ്മളിപ്പം ഈ ഹെവി ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ. അതൊക്കെയാണ് മെയിൻലി അതിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.